പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ശരിയല്ലെന്നു ആദ്യം തന്നെ പറയേണ്ടത് ഏറ്റവും പ്രതീക്ഷ എന്നെ മുന്നിലിരിക്കുന്നത് അടുത്ത അധ്യാപകർ. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാലഘട്ടം കൂടിയാണ്. ആ അവസരത്തിൽ നാളത്തെ വിദ്യാർത്ഥികളൊക്കെ തന്നെ വാർത്തെടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ. ഒരുപക്ഷെ എന്റെയൊക്കെ കടന്നുപോയ കാലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അധ്യാപകരുടെ കൂടി പ്രശ്നമാണ്. കൃത്യമായിട്ട് അവർക്ക് അതിനെ പറ്റിയുള്ള അറിവില്ലായ്മയായിരിക്കാം, അല്ലെ? അവർ നമ്മളെ തിരുത്തിയിട്ടുണ്ടാകും. പക്ഷെ അത് തിരുത്തലല്ല, അത് കൃത്യമായിട്ട് തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളത് നാളത്തെ തലമുറയോട് പറയേണ്ട ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കട്ടെ. ഒരുപക്ഷെ ഇന്നത്തെ അധ്യാപന കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപക്ഷെ സെക്സ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന മനുഷ്യരാണ്, അല്ലെ? അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അടുത്ത ആളുകളോട് പറയാൻ സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എന്റെയൊരു സ്കൂൾ കാലഘട്ടത്തിലൊന്നും തന്നെ കൃത്യമായ ഒരു വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു വ്യക്തി കൂടിയാണ്. കാരണം പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്താണെന്ന് പോലും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. തോന്നിയിട്ടില്ലേ? എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും പാഠപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഈ ട്രാൻസ്ജെൻഡർ എന്ന വാക്കോ ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് വേറെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. നമുക്ക് ഇന്നത്തെ ഒരു സംവിധാനം എന്നുള്ളത് കൃത്യമായി തന്നെ വിദ്യാഭ്യാസത്തിൽ അടിസ്ഥാനമായി സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷം കൂടിയുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ നിങ്ങൾക്കും അടുത്ത ജനറേഷനോട് പറയാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നതല്ല, ഇനി വരുന്ന തലമുറയിലെ ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. ഇപ്പൊ ഞാനൊക്കെ എന്റെ 18ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരാളാണ്. അത് ഒരിക്കലും വീട്ടുകാരെ കുറിച്ച് പറയുന്നില്ല. അന്നത്തെ സാഹചര്യം സമൂഹം അങ്ങനെയായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് ഇനി വരുന്ന തലമുറയിൽ ഒരു കുട്ടിയും അത് അനുഭവിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതല്ലേ വേണ്ടത്. അവരാരും ഇതുപോലത്തെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകരുതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ അടുത്ത് അറിഞ്ഞിട്ടുള്ളത് ബിഗ് ബോസിലൂടെ ആയിരിക്കും. ബിഗ് ബോസിലെ ഫാൻസ് ആണ് നമ്മളൊക്കെ. എന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമുള്ളൂ. നിരന്തരം ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് 3 വർഷമായിട്ട് പോലും ഇന്നും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പക്ഷെ അതിനെ പറ്റിയിട്ടായിരിക്കും. ഞാൻ അവിടെ പാടിയ പാട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞ തമാശകളൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കാം. അത് അങ്ങനെ ചോദിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഞാൻ അവിടെ നിൽക്കുന്നു കേൾക്കുന്നതിന് വലിയ സന്തോഷമാണ്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വോട്ടിംഗ് നമുക്കറിയാലോ. ബിഗ് ബോസ് ഒരു വോട്ടിംഗ് പാറ്റേണിലുള്ള റിയാലിറ്റി ഷോ ആണ്. അപ്പൊ അവിടെയൊക്കെ കേരളത്തിനകത്ത് പരിചിതമല്ലാത്ത മുഖം കൂടിയാണ് ഞാൻ. അതിന് മുമ്പ് കടന്നുപോയൊരു ട്രാൻസ്പേഴ്സൺ പോലും അത്രയും വിസിബിൾ ആയിട്ട് നിന്നിട്ടില്ല. പക്ഷേ ഞാൻ കടന്നു പോകുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ പേടി എന്നുള്ളത് 2ാമത്തെ ആഴ്ച ഔട്ടായി വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് പോകുന്നത്. കാരണം നമുക്ക് അറിയില്ല മലയാള പ്രേക്ഷകർ എങ്ങനെ എന്നെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ വലിയ സന്തോഷമുണ്ട്. കാരണം കൃത്യമായി തന്നെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ ഭൂരിപക്ഷ വോട്ടിംഗ് കിട്ടിയിട്ട് ഇന്നും ഔട്ടാവാത്ത ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. അല്ലെ, ഞാൻ ഇന്നും ഔട്ടായിട്ടില്ല. ഞാൻ അവിടെ ക്വിറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ എല്ലാവരും പറയാറുണ്ട് ആ പണത്തൊക്കെ എടുത്തതൊക്കെ നന്നായി എന്ന് തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ ലൈഫിൽ ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ നമുക്ക് ചില സമയത്ത് സാധിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും പ്രാക്ടിക്കൽ വശം എന്നുള്ളത് എന്നോട് പലരും പറയാറുണ്ട്. ഭയങ്കര സങ്കടം തോന്നി, ആ പണം എടുക്കേണ്ടായിരുന്നു, ഒരു പക്ഷേ ലാൽ സാറിന്റെ അടുത്ത് എത്താമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് അവിടെ അവസാനിക്കും. പക്ഷേ ഈ പറഞ്ഞ 8 ലക്ഷം രൂപ എന്നുള്ളത് എനിക്ക് അന്നത് ആ കാലത്ത് വലിയ തുകയായിരുന്നു. അപ്പൊ അതെടുത്തുകൊണ്ട് ഇറങ്ങി വലിയ സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട്. അതിനുശേഷമുള്ള ലൈഫിൽ പോലും എനിക്ക് തോന്നുന്നു എന്റെ രാഷ്ട്രീയത്തോട് ഞാൻ ഒരിക്കലും നിങ്ങളെ അടിച്ചമർത്താറില്ല. എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്റെ പൊളിറ്റിക്സ് പറയാം, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമെന്നാണ് ഒരു നിലപാടാണ് ഞാൻ പലപ്പോഴും സ്വീകരിക്കുന്നത്. അതാണ് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി സ്വീകാര്യത ലഭിക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാം, പക്ഷെ അത് നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ലൈഫ് ജയിലിലെ പ്രശ്നങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. നിരന്തരം സൈബർ ബുള്ളിംഗ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സ്വന്തം തെറ്റിന്റെ പേരിലൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം ഞാൻ എവിടെയെങ്കിലൊക്കെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ്. കാരണം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം തൊട്ടേ കുറച്ച് അലിഗേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് പലരും പറഞ്ഞു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത്. നമുക്ക് എല്ലാ വിഷയത്തിലും പ്രതികരിക്കാൻ സാധിക്കണമെന്നില്ലല്ലോ. നമ്മൾ ചിലതൊക്കെ അങ്ങനെ തമാശയായിട്ടോ അല്ലെങ്കിൽ അത് നിസ്സാരമായിട്ടോ കാണേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെ ഞാൻ അടങ്ങുന്ന സമൂഹത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് പ്രശ്നത്തൊക്കെ തന്നെ അറിയാമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ നടന്ന സമയത്ത് ഒരു സുഹൃത്ത് അതിൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളത് കേട്ടില്ല. വലിയ തിരക്കില്ലല്ലോ ആർക്കും. അഖിൽമാരാര് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാനൊന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ റാൻഡായിട്ട് നോക്കിയ സമയത്ത് കേട്ടതാണ്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുവാണേ. വലിയൊരു സമൂഹത്തെ
റെപ്രസെന്റ് ചെയ്യുന്ന മക്കളൊരാളെ പറയാൻ നാളെയാണ്. അപ്പോൾ അവിടെ അവരുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ റെസ്പെക്ട് ആവുന്ന രീതിയിൽ അവരുടെ നിൽക്കാൻ കഴിയും. അവരുടെ എല്ലാ പ്രവൃത്തിയും അവരുടെ ഇടപെട്ട വിഷയങ്ങളൊക്കെ അവരെ പറയാനുള്ള കൃത്യമായി പറഞ്ഞു അവരുടെ അഭിപ്രായം ആരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയാനുള്ള കൃത്യമായിട്ട് പറയാറുണ്ട്. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എനിക്ക് പേഴ്സണൽ ആ ഒരു ഇഷ്ടം ഈ സാർ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നില്ലേ? കൃത്യമായിട്ട് തന്നെ ഞാൻ ആരും തെറ്റിദ്ധരിപ്പിക്കാറില്ല, ഞാൻ ആരും അടിച്ചേൽപ്പിക്കാറില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ പോലും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന് മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ. എങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമേ സ്വീകരിച്ചാൽ മതി എന്നാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമുള്ളത് അഖിലിന്റെ വീഡിയോ കണ്ടതിൽ ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം ഞാൻ നാളിതുവരെ അത്തരം ഒരു നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഞാനിത് പറയുന്നത് ആരെ പറ്റിയോ എനിക്ക് എന്തിനെ പറ്റിയോ എന്നുള്ളത് സെക്കൻഡറി കാര്യം മാത്രമാണ്. എങ്കിൽ പോലും ഞങ്ങൾ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള മനുഷ്യരാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 5-6 വർഷമായിട്ടും കേരളത്തിനകത്ത് ഇത്രയും മനുഷ്യരുണ്ട് എന്ന് പോലും നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരു സ്ട്രഗ്ലിംഗ് സ്പേസിൽ ഇരിക്കുന്ന ആളുകളെ പിന്നെയും ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വയം നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നത് പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ആ ഇടത്താണ് ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ അഭിമാനത്തോടുകൂടി ഇപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കുന്നത്. വലിയ സന്തോഷമുള്ളത് ഈ നിമിഷത്തിൽ എനിക്ക് അതിനോടൊക്കെ ഭയങ്കര നന്ദിയായിട്ട് തോന്നുന്നു. കാരണം വളരെ കൃത്യമായിട്ട് തന്നെ ഒരു 4 വരി എല്ലാം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാലിച്ചു പോകാൻ സാധിക്കാനുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ എനിക്ക് ഒരു എൻ്റെ ലൈഫ് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് എപ്പോഴും അൾട്ടിമേറ്റ്ലി ഞാൻ മുന്നോട്ട് നോക്കി കാണുന്നത് ഒരു സ്റ്റെബിലിറ്റിയുള്ള ലൈഫ് എന്നുള്ളതാണ്. ജീവിച്ചു പോകാന്നുള്ളപ്പുറത്തേക്ക് സേഫ് ആവുക. ഈ പറഞ്ഞ നിങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തൊക്കെ തന്നെ ഒരു പക്ഷേ സ്വാതന്ത്ര്യം അനുഭവിച്ചു വന്ന മനുഷ്യരായിരിക്കും. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊന്നും ക്ലാസ്സിൽ പോയിട്ടല്ല പഠിച്ചിരുന്നതാണ്. ആ ഇടത്താണ് ഞാൻ 26ാമത്തെ വയസ്സിൽ ഒരു പക്ഷേ ഒരു വീട് വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് ഒരു ചെറിയ അഹങ്കാരത്തോടുകൂടി പറയാൻ തന്നെ കാരണം 26ാമത്തെ വയസ്സിൽ ഒരു ട്രാൻസ്പേഴ്സണായ നാട്ടിലേക്ക് വീട് വയ്ക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വലിയൊരു കൗതുകമുണ്ട് അല്ലേ? വലിയ കൗതുകത്തിനപ്പുറത്തേക്ക് വലിയ അഭിമാനം കൂടിയുണ്ട്. അപ്പൊ അത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു സേഫ് സോൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്. നമ്മളൊരു കാലഘട്ടം കഴിഞ്ഞ സമയത്ത് എപ്പോഴും നമ്മൾ ഫാമിലിക്കകത്ത് ഒതുങ്ങി പോകാൻ നിർബന്ധിക്കപ്പെടാറുണ്ട്. ആ ഇടത്ത് നിങ്ങൾ സ്വതന്ത്രമാക്കി നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു സേഫ് സോണോ കണ്ടെത്തണം എന്നുള്ളത് വലിയ റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ പലരുടെ ലൈഫ് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കാരണം അവർ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇപ്പം ജോലി ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എവിടേക്കോ അവരുടെ കുടുംബം എന്നുള്ള പ്രാധാന്യത്തെ മുന്നിൽ കണ്ടിട്ട് വീട്ടിനകത്തേക്ക് ഒതുങ്ങി പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊരിക്കലും അത് നല്ല വശമല്ല. നമുക്ക് മുന്നോട്ടറിയാം. നമുക്ക് ഇനിയും നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ള ജനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. അപ്പം ഇനിയും മുന്നോട്ട് തന്നെ പോകാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. കുറേയൊക്കെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നൊരു വേറൊരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുള്ളത് ഇതിലൂടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലോത്സവം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാസർഗോഡാണ് 1ാം സ്ഥാനം അല്ലേ? കാസർഗോഡ് എനിക്ക് നല്ല വലിയ ബന്ധമുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഞാൻ കാസർഗോഡാണ്. ഞാൻ കാസർഗോഡ് ജനിച്ചത്, ചെറുപ്പൂര്. ചെറുപ്പൂർ ഇത്രയും ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ കാസർഗോഡ് ജനിച്ചു. പിന്നെ വളർന്നതും പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണ്. നിലവിൽ പലരുടെയും സംശയമാണ് ഞാൻ കോഴിക്കോട് കാര്യമാണെന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഈ മാസം 15ാമത്തെ കോഴിക്കോട് വിസിറ്റാണ് എൻ്റെത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട് ഒരു പരിപാടിക്ക് വിസിറ്റബിൾ ആണെന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നത് കോഴിക്കോട് നിന്നാണ്.